ഹായ് ശംഖു മങ്കു. നമ്മളപ്പോൾ ഇന്നുള്ളത് വയനാട്ടിലുള്ള ബ്ലൂബെൽ റിസോർട്ടിലാണ്. പിന്നെ നമ്മൾ പഴയ ബ്ലൂബെല്ലിൽ അപ്പോൾ ഒരു 2 കൊല്ലം മുമ്പിട്ട് വന്നു. അപ്പോൾ ഈ സ്ഥലത്തൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് സൈഡിൽ കയറുമ്പോൾ തന്നെ കേരള വർമ്മ പഴശ്ശിരാജേൻ്റെ അതായത് അതുമായി കണക്ട് ചെയ്ത സാധനങ്ങളാണ് ഇവിടെ ഫുൾ ആർട്ടാണ് ഇതിൻ്റെ സൈഡിലെല്ലാം ഉള്ളത്. ഇതാ പഴശ്ശിരാജ, അത് നമുക്ക് പോയിട്ട് വായിച്ചു നോക്കാം അല്ലേ? കേരളവർമ്മ പഴശ്ശിരാജ വീര കേരള സിംഹം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ ആർച്ച് ഉണ്ട്, ബ്ലൂബെൽ എന്ന് ആർച്ച്. ഇതാണ് ഇവിടത്തേക്കുള്ള എൻട്രൻസ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചെടികളെ നട്ടിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് നോക്ക്, ഇത് ഇവിടെ കാണുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ ബ്ലൂബെൽ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയത് കാണുന്നുണ്ട്. അതുപോലെ റിസോർട്ടിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഇവിടുത്തെ സൈഡിലുള്ള ഈ സാധനം. ഇത് ആന, ഇതാ ആനക്ക് കൊമ്പലുള്ള ആനയുണ്ട്. ഉണ്ണി ആന നമുക്ക് അതിന്റെ മുകളിൽ കയറുണ്ണി. ഫുള്ള് പുല്ലെല്ലാം നട്ടിട്ട് ഇതിന്റെ സൈഡിൽ ഇവിടുന്ന് മുതൽ അങ്ങ് വരെ ഫുൾ സൈഡിൽ ഇങ്ങനെ ഒരു എന്നാ ഇതിന് പറയുക ആർട്ട് വർക്കിങ് നമുക്കറിയില്ല. പിന്നെ നമ്മൾ ഈ പൊതുവെ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ ചുമരിലുള്ള ഇതെല്ലാം നമ്മൾ ഇവിടെ ഒരു പാമ്പ് കാണിച്ചാ ഇതാ ഉണ്ണി പാമ്പ്. അത് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ കുറേ വ്യൂ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ ബ്ലൂബെൽ റിസോർട്ടിന്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ. ഈ 2 സൈഡും നല്ല രസമുള്ളത് ഇങ്ങനത്തെ കുറെ ആർട്ട് വർക്ക് ഉണ്ടാകും അല്ലെ? ഫുള്ള് ചെടികളും ഉണ്ട്. പൊതുവെ റിസോർട്ടുകളിലൊന്നും ഇങ്ങനത്തെ സാധനമൊന്നും കാണില്ല. നല്ല രസമുണ്ട് ഇത് ഫുൾ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയുണ്ട്, ഇപ്പോഴത്തെ സൈഡിലുണ്ട്. അപ്പോൾ ആ എൻട്രൻസിലൂടെ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 5 ഡോമാണ് ഉള്ളത്. അതായത് 5 ഒരു പ്രൈവറ്റ് എന്താ പറയുക റൂംസ് പോലെ. പിന്നെ അതുപോലെ ഈ 5 റൂമിനെയും ഓരോന്നിലും ഓരോ മൃഗത്തിനെയാണ് പോലും സ്പെസിഫൈ ചെയ്തിട്ട്. ചിമ്പാൻസി ഉണ്ട്, ടൈഗർ ഉണ്ട്. ബാക്കി 3 എന്താണ് നമ്മൾ നോക്കിയില്ല. നമ്മൾ നിങ്ങൾക്ക് തന്നെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് ഒരു ഭയങ്കര ഒരു മുട്ട ഷേപ്പാണ്. മുട്ട പോലെ ഇങ്ങനെ നമ്മൾ കാണിച്ചു തരാം. എന്താ ഒന്ന് കാണിച്ചു കൊടുക്കും. മുട്ട ഷേപ്പാണ് ഇതിന്. പകുതി മുട്ട ഷേപ്പാണ് ഇതിന്. അക്കടാ ഇവിടെ ഒരു പൂളും പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് സാധനം ഉണ്ട്. കാണിച്ചു തരാം. പൂള് നല്ല രസമുണ്ട് കാണാൻ. കുഞ്ഞു പൂളാണ്. കണ്ടത് മുട്ട ഷേപ്പാണ്. അതിന് മുട്ട ഷേപ്പാണ്. ഇതിലൂടെ ഇവിടെ നടക്കുന്ന സ്ഥലത്ത് കണ്ട മരത്തിന്റെ ഇങ്ങനെയുള്ള വഴിയാണ്. കണ്ടാ ഇവിടെയുണ്ട് കുറെ ആനയാണ് ഇവിടെ ഉള്ളത്. അന്ന് ഇത് ആനേന്റെ ആയിരിക്കും അല്ലെ? ഒരു ജീവി അപ്പൊ ആനയായി, ടൈഗറായി, ചിമ്പാൻസി ആയി. ഇത് ആനേന്റെ ആണെന്ന് തോന്നുന്നു. അല്ല ഇത് സിംഹ. ഇത് ഇതപ്പൊ ഇത് സിംഹത്തിന്റെ ഇതെന്നാ പറയാ ഇതിന്? ട്രീ ഹൗസാ? ഇതാണ് അടുത്തതിന്റെ ഹൈലൈറ്റ്. കാണുന്നുണ്ടോ? ഒരു നല്ല ട്രീ ഹൗസ് പോലെ ഇങ്ങനെ ഒരു മഷ്റൂം പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇരിക്കുന്ന സ്ഥലമായിട്ട് രാത്രി കാണാൻ. ഇത് പകൽ വ്യൂ മാത്രമാണ്. ഇനി രാത്രി കഴിഞ്ഞാൽ ഇതിലും അടിപൊളിയായിട്ടാണ് ഉണ്ടാവുക. ഉണ്ണി റൂം ഇഷ്ടായ? എനിക്ക് ഏത് റൂം? എല്ലാ റൂം മുട്ട നീ എല്ലാടിക്കുള്ള ജീവനെ കണ്ട? ഏതാ ഇത്? ടൈഗർ. നെക്സ്റ്റ് വൺ ഈസ് ചിമ്പാൻസി. നാലാമത്തേത് ആന. The last one is lion. ഫുഡ് മെയിന്. ഫുഡ്. അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോയാലോ? ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ്സ് ഉണ്ട്. വെജ്, നോൺ വെജ് എല്ലാം ഉണ്ട്. നമ്മള് വെജീസ് ആയോണ്ട് നോൺ വെജ് ആയല്ലേ? ശരിയാണല്ലേ. പക്ഷെ ഇവിടെ ഇന്ന് നമ്മള് വെജാണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലൂബെൽ റിസോർട്ടിൽ എത്തിയ പഠനം നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ആ ഒരു ശരിക്കും പാർക്ക് എന്നുള്ള പേരുണ്ടായതിന് പിന്നിൽ ഒരു കഥയുണ്ട് അല്ലെ ഗൈസ്? ശ്രുതി
മണ്ടൻ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് തലയിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ നിർത്തണം. ലാസ്റ്റ് പിടിക്കാൻ ആരൊക്കെ വെയിറ്റ് കൂടുതൽ നേരെ അങ്ങനെയല്ല, കാലിനെ കൂടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നടുവിൽ വന്ന നമുക്കിതിന്റെ മുകളിൽ കയറുന്ന സ്ഥലമുണ്ട്. ഫുൾ വ്യൂ. നമുക്ക് മുകളിൽ കയറി നോക്കാം. അല്ലയോ ഉണ്ണിയാണ് മെയിനായിട്ട് ഓടുന്നത്. ഇതാണ് നമ്മളെ ബ്ലൂബലിന്റെ സൈഡിലത്തെ വ്യൂ. കുറേ വാഴത്തോട്ടം, അതിന്റെ സൈഡിലായിട്ടാണ് ബ്ലൂബൽ ഇങ്ങനെ വരുന്നത്. അവിടെ കാപ്പിത്തോട്ടം ഉണ്ട്. ഇത് പഴയ ബ്ലൂബൽ. അവിടെയാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നിന്നത്. ഇത് പുതിയ ബ്ലൂബൽ. വെള്ളത്തിൽ ഇതിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണുള്ളത്. നമ്മളിവിടെ ഫുൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചുതരാം. അതെയാ, നമ്മള് പഴയ ബ്ലൂബലിന് പുതിയ ബ്ലൂബലിന് പഴയ ബ്ലൂബലിലേക്ക് സ്റ്റെപ്പ് കയറി. നല്ല രസമുണ്ട്. ബ്ലൂബൽ എന്ന് പറയാൻ നല്ല തണുപ്പ് അല്ലേ. പഴയ ബ്ലൂബലിന് പുതിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് കളിക്കാൻ നല്ല രസമുണ്ട്. നടന്നു നല്ല ലൈറ്റ്. നമ്മൾ തിരിച്ചു വരുമ്പോല്ലേ ഇവിടെ ഫുൾ മാറി. ഹായ് ഫുൾ ലൈറ്റാണ്. നല്ല രസമുണ്ടല്ലോ. മരത്തിനല്ല ഫുൾ ലൈറ്റ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. യെസ്, കാണുന്നുണ്ടാന്ന് മേലെ മിന്നി. നമ്മളെ റൂം നമ്മൾ കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇതാണ് നമുക്കൊരു റൂം ടൂർ ചെയ്യാം. ഓക്കെ, ഇതാണ് ബെഡ്. പിന്നെ ഇതാണ് ഫാനുണ്ട്, ലൈറ്റ് ഉണ്ട്, പിന്നെ AC ഉണ്ട്, ബോർഡിക്കുമ്പോ കാണാൻ TV ഉണ്ട്. ഇവിടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് പോകുന്ന പിന്നെ ബാത്റൂം ആണ് ഒരു റൂം പോലെ ഉള്ളത്. അതാണ് ഹൈലൈറ്റ്. ആ ലൈറ്റ് ഒന്ന് ലൈറ്റ് ഇട്ടിട്ടല്ല. എല്ലാവർക്കും ഒപ്പരം നിന്ന് വെടി കുളിക്കാം. അത്രക്ക് വേണ്ടല്ലേ, അത്രക്ക് വേണ്ട. ഇവരെല്ലാം റെഡി ആവുന്നുണ്ട്. നമ്മളെ നിങ്ങളെ ഒന്നും കാണിച്ചിട്ടില്ല വീഡിയോയില്. നമ്മളെ വീഡിയോയില് ഫുഡ് കഴിക്കണം. ഇപ്പുറത്തേക്ക് ഇവരെല്ലാം റെഡി ആവുന്നതാണ്. ശരിയാ, മുമ്പോട്ടേക്ക് സ്ഥലമുണ്ട്. ആൾറെഡി 1 2 3 സ്റ്റാർട്ട്. നമ്മള് റിസോർട്ടിന്റെ ഒരു രാത്രിയത്തെ വ്യൂ കാണിച്ചു തരാന്ന് വിചാരിച്ച്. ഫുൾ ലൈറ്റെല്ലാം ഇട്ടിട്ട് കാണുമ്പോ വേറെ തന്നെ ഒരു വൈബാന്നുള്ളത്. ആ ഒരു പകൽ വെളിച്ചത്തിൽ വേറെ ഒരു രസം, രാത്രിയാകുമ്പോൾ വേറൊരു രസം. അപ്പോ കൊറേ ആൾക്കാരെ കഷ്ടപ്പാടുണ്ട്. അതായത് അത് നമുക്ക് കാണുമ്പോ തിരിയുന്നുണ്ട്. ആർട്ട് വർക്കെല്ലാം ഇഷ്ടമുള്ള ആൾക്ക് എന്തായാലും ഒരു ഡൗട്ടും ഇല്ല, അടിപൊളിയായിട്ട് ഇഷ്ടം. എത്തിയാലും നമുക്ക് റീൽസ് മെയിനാണ്. അപ്പൊ റീൽസിന്റെ പ്രാക്ടീസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദു ബന്ധുവാണ് ഡാൻസ് മാസ്റ്റേഴ്സ്. എല്ലാം പഠിച്ചാ റെഡിയായി. ഓക്കെ, നമുക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ആക്കിയതാണ്. മഞ്ഞ എടുത്തോ. ശ്രീരാം നമ്മുടെ കണ്ണൻ. എങ്ങനെയുണ്ട് ക്യാമ്പ് ഫയർ? എങ്ങനെയുണ്ട്? സോറി, നല്ലുണ്ട്. ശിവശങ്കര ദുരിത സമര നായക ഓ ദയാമയ.
എല്ലാരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. ഫുഡ് വന്നേ. പൊറോട്ട എന്തെല്ലാം വന്നുള്ളേ? പൊറോട്ട ചിക്കൻ്റെ പേരറിയില്ല. പിന്നെ വെജ് കറി, ഫ്രൈഡ് റൈസ്. ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവും. ഫുഡ് എന്തുണ്ട്? അടിപൊളിയാ. താനോ? നമ്മൾ ഞാനെണ്ണ മണ്ണെണ്ണ പിണ്ണാക്ക് ഇവിടെ ഒരു ഹോൾ എക്കോ ഹോളുണ്ട്. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും പരിപാടികൾ നടക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി Happy birthday to you, happy birthday to you, happy birthday, happy birthday. തനു കേക്ക് കൊണ്ടോ? തനു കേക്ക് കൊണ്ടോ? നോക്കിക്കോളൂ, അറിയുന്നില്ല ചോദിക്കുന്ന മാള് വെച്ചില്ല. അതിന്റെ ഇടക്കൂട്ട കൈയ്യിട്ട് എടുക്കുന്നുണ്ട്. എടുത്തോ? എടുത്ത് 12 മണിയായവരുള്ള മഞ്ഞാണ് ഇവിടെ കാണുന്നത്. വീഡിയോയിൽ എത്ര തിരിയുന്നുണ്ടെന്ന് അറിയില്ല. ഇവിടെ ഫുൾ മഞ്ഞ കൂടിയിട്ടുള്ളത്. നല്ല രസമുണ്ട് ഇപ്പം കാണാൻ വേണ്ടിട്ട്. നല്ല രസമുണ്ടല്ലേ? നമ്മളിങ്ങനെ ഗേൾസ് മാത്രമായിട്ട് ഇങ്ങനെ വെറുതെ ഇല്ല. നല്ല രസമുണ്ടല്ലേ? സുധീച്ചിന്റെ കുപ്പായോ മാളവേച്ചിട്ടിന്, മാളവേച്ചിന്റെ കുപ്പായ ഇട്ടിന്. നമ്മളെ ഡ്രസ് സേതേച്ചിന്റെ കുപ്പായം ഞാൻ. അപ്പൊ നമ്മള് ഇപ്പൊ എത്രയും സമയം പല്ലിന് മറ്റേ സാധനം കുടിക്കലേത്ത ബോധം പോലെ. സമയം പറഞ്ഞുതരാം. സമയം നോക്ക്. സമയം 1:16. അപ്പൊ നമ്മള് റീലെടുക്കാൻ വേണ്ടിട്ട് എല്ലാരും വേറെ കുപ്പായിലോട്ടിട്ട് നമ്മള് വിചാരിക്കുന്നത് റീലെടുത്ത് രാവിലെ വന്നവര് ഓരോരോ ഡ്രസ് ഇട്ട് നമ്മള് റീലെടുക്കും. അപ്പൊ അയ്യോ മാറി വെച്ച് നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ഉണ്ണി മോനെല്ലാം ഉറങ്ങി. ഇതാ നമ്മളിത് എല്ലാരും ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. തനുവിന്റെ ഡ്രസ്സ് ഇതാണ്. തനുവിന്റെ ഡ്രസ്സ് പിന്നെ ഇതാ എന്തുകൊണ്ട് സുധിയേച്ചിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് കൊറേ നേരമായി പറയുന്നത് ഈ ഡ്രസ്സ് ഇട്ടിട്ട് അനക്കൊരു റീല് അനക്കൊരു ഫോട്ടോ എങ്കും വേണം. അങ്ങനെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഇട്ടതാണ്. അനന്തശയനത്തിൽ കിടക്കുന്ന അതെ. അതുകൊണ്ട് നമ്മളെല്ലാം പിന്നെ 2 മണിക്ക് ഇങ്ങനെ കപ്പക്ക് വളയിടാൻ നിൽക്കുന്നു. കപ്പക്ക് വളവിടാൻ ഉള്ളിക്ക് അങ്ങനെ ചൊല്ലുണ്ടേ. കപ്പക്ക് അല്ല ചീക്കട്ടെ. കൊറേ ചീക്കട്ടെ. നേരത്തെ എന്തെല്ലോ വന്ന് ചീക്കട്ടെ. എല്ലാം കൂടി ഒപ്പര അതുകൊണ്ട് മുഖം പൊത്തിച്ച കിടക്കുന്നു. ആരും പേടിക്കണ്ടെന്ന് വെച്ചിട്ടാന്ന് പറഞ്ഞു. നമ്മള് രാവിലെ തന്നെ 5 മണിക്ക് എണീക്കാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേങ്കിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമ്മളൊന്നും ഉറങ്ങിപ്പോയി. അടിച്ചിങ്ങനെ വന്നു പറഞ്ഞു.
വന്ന് എക്സാം ആണെന്നെങ്ങാനും വിചാരിച്ചിട്ട് ഓഫാക്കി അതുകൊണ്ട് 5 മണി എന്നുള്ളതും 7 മണിയായി. നമ്മള് നിങ്ങൾക്ക് ഉണ്ടാവും ഇതുപോലെ, അതായത് നമ്മള് രാത്രി പൂളില് ഇവിടെ നല്ല വ്യൂ ആയിരുന്നു പൂളുള്ള സ്ഥലം. അതായത് പൂള് കാണുന്നില്ല, ഫുള്ള് മണ്ണ്. ഭയങ്കര ആഗ്രഹം ഉണ്ടായി. പക്ഷെ നമ്മള് സമയം ലേറ്റാക്കി നമ്മൾ എന്ത് ചെയ്ത് ഒരു 9-10 മണിയാക്കി. അല്ല 11 മണിയായി. നമുക്ക് ലാസ്റ്റ് കാരണം മുടികളെല്ലാം നനഞ്ഞ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനല്ലോ, ലാസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു. അല്ല ചെയ്യാന്ന് പറഞ്ഞ നിന്ന് നോക്കുമ്പോ അവര് സംഭവം അറിഞ്ഞിട്ടില്ല നമ്മൾ. അപ്പം ഇത് പറഞ്ഞ് ചെയ്യുന്നുണ്ടോ, അപ്പൊ അവര് സ്വിമ്മിംഗ് പൂളില് മറ്റേ ക്ലോറിൻ ഇട്ടു. അതുകൊണ്ട് നമുക്ക് ആ ഏട്ടന്മാർ രാവിലെ തന്നെ ഫുൾ ഡെഡിക്കേഷൻ. ഇന്നലെ ചോദിച്ചു, അയ്യോ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ അവർ ചോദിച്ചിട്ടുണ്ട്. ഫുൾ ക്ലീൻ ആക്കി തരുന്നു. അപ്പൊ ഫുൾ ക്ലീൻ ആക്കി തരും. പക്ഷെ രാത്രി വേറെ വൈകിട്ട് ഇപ്പൊ രാവിലെ നമ്മൾ അന്ന് ബ്ലൂബെല്ലിൽ വന്ന സമയത്ത് ഓൾറെഡി കീങ്ങിൽ നമ്മൾ. അപ്പൊ ഇനി നമുക്ക് രാവിലെ ഈ ഒരു മഞ്ഞ് എങ്ങനെയുണ്ട്. ഇവിടെ രാത്രി വരുമ്പോ ഈ ലൈറ്റ് എല്ലാം ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട്. ഇപ്പൊ കുറച്ച് തണുപ്പ് പോകുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോ ആയിരിക്കും. പിന്നെ നമ്മള് എല്ലാ ദിവസവും രാവിലെ തന്നെ എണീക്കുന്ന കുട്ടികളായപ്പോൾ രാവിലെ എണീക്കുന്നോണ്ട് നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റിയും പിന്നെ ഇതൊന്നും പുതുമയായിട്ട് തോന്നുന്നില്ല. എല്ലാ ദിവസവും നമ്മൾ ഈ സമയത്ത് എണീക്കാറുണ്ട്, കുളിക്കാറും കൂടി ഉണ്ട്. നിങ്ങൾ ഇതുപോലെ എല്ലാ ദിവസവും രാവിലെ എണീക്കാറുണ്ടാവും. നമ്മളിപ്പോ കുളിക്കും, പൂളിൽ ഇറങ്ങി നമ്മൾ കുളിക്കും. നമുക്ക് ശീലമാണ്. നിങ്ങളും അങ്ങനത്തെ നല്ല നല്ല ശീലങ്ങളൊക്കെ പഠിക്കണം. ഗായ്സ് ഇവരും ഇവർക്കും തിരിയുന്നില്ല എങ്ങനെയാ അമർത്തുക വേണ്ടേ. അവിടെ ഡു നോട്ട് പ്രസ് പമ്പി സോഫ്റ്റ് പൊസിഷൻ. അപ്പൊ ആർക്കും അറിയൂല. വീച്ച് കണ്ടുപിടിച്ചേ. മാളവിച്ചിക്ക് ബുദ്ധിയുണ്ട്. അതേപോലെ മാളവിച്ചിയും സുധീച്ചിയും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ്. നമ്മൾ കൊണ്ടാകട്ടെ. ഞാനും നന്ദും കട്ടൻ കുടിക്കലാണ്. പല്ലെല്ലാം നമ്മൾ രാവിലെ തേച്ച്. അതെ, ഹായ്. നമ്മള് അഭിനയിച്ചിട്ട് നല്ല രസമുണ്ട് എന്ന് വെറുതെ പറയുന്നല്ല. ഒരു പ്രത്യേക നമ്മള് ശരിക്കും ഇങ്ങനത്തെ ഈ ഒരു പൂവുള്ള ഈ ഒരു ചെടിയോ ഇതെല്ലാം അല്ലേ നമ്മള് പൊതുവെ റീൽസിലും അല്ലെ വേറെ ഈ സാധനം എത്ര പേരറിയാവോ? ഇല്ല. അതായത് കൊറേ ചെടിയുണ്ട് ഇതിന്റെ മുകളിൽ. ഇവിടെ ഇത് കാണിച്ചു കൊടുക്കുക വരുന്ന സ്ഥലം. ഈ ഒരു ഇത് കാണുമ്പോ ഏതോ ഇംഗ്ലീഷ് സിനിമയിലുള്ള സ്ഥലം. എന്തോ ഒരു സെറ്റ് ഇട്ട പോലെ തോന്നില്ല ഈ ചെടിയെല്ലാം. പക്ഷെ ഫുൾ ഒറിജിനൽ ചെടിയാണ്. നമ്മള് ആള് വെച്ച് ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാരും റെഡിയായി ഫ്രൈ എടുത്തു. ഇപ്പൊ നല്ല തണുപ്പുണ്ടല്ലേ. സമയം എത്രയായി? സമയം 8:15. പക്ഷെ കാണുമ്പോ നമ്മളെല്ലാം എടുത്ത് രാവിലെ തണുപ്പത്ത് കയ്യിലാത്ത ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ തണുക്കൂല. അതായത് കുറച്ച് സ്ട്രോങ് ആണ്, അതുകൊണ്ട് തണുക്കൂല. സോറി, തനുവിനെ ശ്രദ്ധിച്ചിട്ടില്ല. തനുവും കരാട്ടെ ഗേളാണ്. കരാട്ടിൽ ഏത് ബെൽറ്റാ കിട്ടിയത് തനുവിന്? ഗ്രീൻ സെക്കൻഡ് കിട്ടി. അപ്പൊ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഇതിട്ടിട്ട് തന്നെയുണ്ട് തണുക്കുന്ന്. അതന്നെ. ഇതാ ഉണ്ണിക്കുട്ടനുണ്ട്, സുധിയേച്ചി ഉണ്ട്. സുധിയേച്ചിയില്ലേ, സുധിയേച്ചി കോളേജിൽ എന്തോ ഉടായ്പ പറഞ്ഞിട്ട് ലീവാക്കി. അതുകൊണ്ട് മിസ്സിനെ വിളിച്ചിട്ട് പറയലാണ്. അയ്യോ മിസ്സി ഭയങ്കര പിന്നെ നമുക്ക് പിന്നെ അങ്ങനെ പറയണ്ട ആവശ്യം. നമ്മൾ വന്നാലെന്ത് ശ്രേയന്റെ ഹൈലൈറ്റ്. ഇന്ന് ശ്രേയക്ക് ഒരു ചെറുകഥാ മത്സരം ഉണ്ടായിരുന്നു. പോകുന്നില്ല. ഇംഗ്ലീഷ് ഒറ്റ വരിക ബൈഹാർട്ട് നമ്മൾ പഠിച്ചു വെച്ചത്. ആ ഒരു വരി മാത്രം ഉണ്ട്. അത് വെച്ചിട്ട് ബാക്കി ഇങ്ങനെ ശ്രേയ തള്ളി എഴുതാനാണ് വിചാരിച്ചത്. പക്ഷെ ഭാഗ്യം ആ ഒരു മത്സരാർത്ഥി അവർക്ക് ഒഴിഞ്ഞു കിട്ടി. നമ്മളപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് മുട്ട, ബ്രെഡ്, ജാം. സാധാരണ എല്ലാരും വൈകുന്നേര സമയങ്ങളിലാണ് പൂളിൽ ഇറങ്ങുക. പക്ഷെ ഇവിടുത്തെ നമ്മുടെ പിള്ളേർ ഇറങ്ങുന്നത് ഉച്ചക്കാണ്, നട്ടുച്ച 12 മണിക്ക്. നമ്മളപ്പോ ബ്ലൂബെൽ റിസോർട്ടിന് പൂളിൽ കയറിയിട്ട് നമ്മള് അങ്ങനെ തിരിച്ച് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഫ്രഷ് ആയിട്ട് പോകുന്നത്. ഉച്ചക്കാ കയറിയെങ്കിൽ നല്ല രസമുണ്ട്, അടിപൊളി റിസോർട്ടാണല്ലേ. നമ്മള് അമ്മേ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നതാണ്. ഒരു ദിവസം പോകാൻ അറിയില്ലല്ലോ. ഇന്നലെ ഈ ഒരു ടൈം നമ്മൾ വന്നേ. പക്ഷെ ഇന്ന് പോകുന്ന പക്ഷെ
വന്നേരേ എന്തെല്ലോ ചെയ്ത് ഫുള്ള് നമ്മൾ ഉറങ്ങണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ കുറച്ച് ക്ഷീണം കൊണ്ട് 5 മണിക്ക് അലാറം വെച്ചിട്ട് 7 മണിക്കണിച്ച് നമ്മൾ അടിച്ച് പൊളിച്ച്. എന്തായാലും വയനാട് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ബ്ലൂബിൽ അടിപൊളി റിസോർട്ടാണ്. അടിപൊളിയാണ്. ട്രീ ഹൗസും അവിടെയുള്ള ഇതും എല്ലാം അടിപൊളി. സ്വിമ്മിംഗ് പൂള്, ഫുഡ്, ക്യാമ്പ് ഫയർ. എന്തായാലും അതുകൊണ്ട് ബ്ലൂബെൽ റിസോർട്ടിൽ വരണം.